ഹായ് ഗൈസ്, നമുക്കിന്നൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ? അതും ബീഫ് ബിരിയാണി ആയാലോ? അതിനായിട്ട് നമ്മൾ ഇന്ന് ഇവിടെ 1 കിലോ ബീഫാണ് എടുത്ത് വെച്ചത്. അതിലോട്ട് നമ്മൾ ഒരു സവാള വറുത്ത് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. അതും കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടാണ് നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. 2 സവാള ചോപ്പ് ചെയ്തതും, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും, 2 തക്കാളി ചോപ്പ് ചെയ്തതും, 1/2 കപ്പ് തൈരും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസും, അതുപോലെ തന്നെ 4 ബിരിയാണിക്കായ തൈരും. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയായിട്ടേക്കും, 4 ടീസ്പൂൺ വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പും മല്ലിയിലയും പുതിനയും ചോപ്പ് ചെയ്തതും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലാ പീസിലും നന്നായിട്ട് പറ്റിപ്പിടിക്കുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്യാൻ. എന്നിട്ട് കുക്കർ അടച്ച് ഫസ്റ്റ് വിസിൽ വന്നു കഴിഞ്ഞ് ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് കൂടി വെക്കണം. അത് കഴിഞ്ഞ് തുറക്കുമ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിലേക്ക് നമുക്ക് കിട്ടുന്നു. ഇത് നേരെ മറ്റൊരു പാനിലോട്ട് മാറ്റി വെള്ളമെല്ലാം പറ്റിച്ചെടുക്കണം. ബിരിയാണിയിൽ വെക്കാനായിട്ട് നമുക്ക് കുക്കറിൽ ആദ്യം 4 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. അതിലോട്ട് എല്ലാ സ്പൈസസും ജീരകവും ഇട്ട് കൊടുക്കണം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത്. അതിലോട്ട് 1 ടീസ്പൂൺ നാരങ്ങ നീരും ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. കഴുകി വെച്ചേക്കുന്ന അരി അതിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുക്കർ അടച്ച് വെച്ച് ആവി വന്നു കഴിഞ്ഞ് വെയിറ്റ് ഇടുക. വെയിറ്റ് ഇട്ട് കഴിഞ്ഞ് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഓഫാക്കുക. എന്നിട്ട് റൈസ് വേറൊരു പാത്രത്തിലാക്കി ചൂടൊന്ന് ആറാനായിട്ട് വെക്കുക. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ബീഫ് ദം ചെയ്യാനുള്ള പാത്രത്തിലോട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. അതിലോട്ട് റൈസ് കുറച്ചായിട്ട് എല്ലാ സൈഡിലോട്ടും സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. ഒരു ലെയർ കംപ്ലീറ്റ് ആയതിനു ശേഷം അതിലോട്ട് കാഷ്യൂവും കിസ്മിസും സവാള വറുത്തതും മല്ലിയിലയും എല്ലാം കുറച്ചിട്ട് കൊടുക്കുക. കുറച്ച് നെയ്യും ഒഴിച്ച് കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ ലെയർ റൈസ് ഇട്ടുക. അതിട്ടതിന് ശേഷം വീണ്ടും ബാക്കിയുള്ള കാഷ്യൂവും കിസ്മിസും സവാള വറുത്തതും മല്ലിയിലയും എല്ലാം ഇട്ട് കൊടുക്കുക. അതിലോട്ട് ആവശ്യത്തിന് ഫുഡ് കളറും, അതും ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഇട്ട് വെച്ച് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അത് കഴിഞ്ഞ് ഇതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെക്കുക. സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് മറ്റൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അതുപോലെ സെർവ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ മസാല പറ്റിയിരിക്കുന്ന റൈസ് അടിയിലായിരിക്കും. അപ്പോൾ അതും മുകളിലത്തെ റൈസും കൂടി രണ്ടായി മിക്സ് ചെയ്തിട്ട് വേണം ഇത് സെർവ് ചെയ്യാൻ വേണ്ടി. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് സെർവ് ചെയ്യാൻ നോക്കുക.